അധ്യായം 21. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൌൽ ഗിബെയോന്യരെ കൊല്ലുകകൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബെയോന്യർ ഇസ്രായേല്യരല്ല, അമ്മോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൌൽ ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൌലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വ്രതനായ ശൌലിന്റെ ഗിബെയയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്നുത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൌലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൌലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. അയ്യാവിന്റെ മകൾ റിസ്പ ശൌലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫീബോശത്തിനെയും ശൌലിന്റെ മകളായ മേരബ് മെഹോലോത്യൻ ബിർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ചു ഗിബെയോന്യരുടെ കയ്യിലേൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീലെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തുനിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ശൌലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മകളായ റിസ്പ ചെയ്തത് ദാവീദ് കേട്ടിട്ട് ദാവീദ് ചെന്നു ഫെലിസ്ത്യർ ഗിൽബോവയിൽ വെച്ചു ശൌലിനെ കൊന്ന നാളിൽ ബേത്ത്ശാൻ നഗരവീഥിയിൽ ഫെലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലെയാദിലെ യാബേശ് പൌരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്ന് എടുത്തു. അങ്ങനെ അവൻ ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി. തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുക്കിയെടുത്തു. ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഫ മക്കളിൽ ഇഷ്ബി ബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിന്റെ ശേഷം ഗോബിൽ വെച്ച് വീണ്ടും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അപ്പോൾ ഹൂശാത്യനായ സിബ്ബഗായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സഫിനെ വെട്ടിക്കൊന്നു. ഗോബിൽ വെച്ച് പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അവിടെ വെച്ച് ബത്ലഹേമിനായ യാരെ ഒരേഗീമിന്റെ മകൻ എൽഹാനാൻ ഗിത്യനായ ഗില്യാത്തിനെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പുതടി പോലെ ആയിരുന്നു. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘകായനുണ്ടായിരുന്നു. അവന്റെ ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരൽ ഉണ്ടായിരുന്നു. ഇവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമയയുടെ മകൻ യോനാഥാൻ അവനെ കൊന്നുകളഞ്ഞു. ഈ 4 പേരും ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും കൈയാൽ പട്ടുപോയി.